ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്, എനിക്ക് സുഖമാണ്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ കാര്യങ്ങൾ പറയാം. അങ്ങനെ പോകാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇപ്പോൾ നട്ട ചെമ്പരത്തിയിലെല്ലാം പുതിയതായിട്ട് പൂക്കൾ വന്ന് നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോയും കൂടി എടുത്തു. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ നട്ട ചെമ്പരത്തിയിൽ വളർന്നു നിൽക്കുന്ന പൂക്കളാണ്. എല്ലാം നല്ല അമ്പലമൊക്കെ അടച്ചിരിക്കുന്നത് കൊണ്ട്, ഉത്സവമൊക്കെ കഴിഞ്ഞ് അടച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊന്നും ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഇതിപ്പം ആദ്യമായിട്ട് പിടിച്ചൊരു പൂവാണ്, വെറൈറ്റി ചെമ്പരത്തിയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് പുറത്തിറങ്ങി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലം ഉടനെ തന്നെ പറയാം. അങ്ങനെ ഞാൻ വഴിയിലോട്ടും ചെന്ന് നിൽക്കുകയാണ്. മോനിപ്പോൾ വണ്ടിയുമായിട്ട് വരും. അങ്ങനെ ഞങ്ങൾ പതുക്കെ യാത്ര തുടർന്നു. വഴിയോര കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും കാണുന്ന വഴിയോരങ്ങളാണ്. ഇതെല്ലാവർക്കും അറിയാം. നമ്മുടെ കടപ്പാക്കട എത്തി. യാത്ര ചെയ്ത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ വലതുവശത്ത് ഒരു അടിപൊളി ഹോട്ടലുണ്ട്. എല്ലാവർക്കും അറിയാം. കടപ്പാക്കട വഴി പാസ് ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണ ഹോട്ടൽ പണ്ട് തൊട്ടേ ഉള്ളതാണ്. കിടിലം ഇഡലി സാമ്പാർ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല അവിടെ വേറെയുണ്ട് മസാല ദോശ, നല്ല ഉച്ചയ്ക്ക് ഊണ്, ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ആശ്രാമത്തെ വൃക്ഷങ്ങളൊക്കെ കണ്ട് ഇതെല്ലാം അവിടെ വച്ച് പിടിപ്പിച്ചിരിക്കുന്ന, വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളൊക്കെയാണ്. ഇതെല്ലാം കണ്ട് അതിൻ്റെ സൗന്ദര്യം ആവോളം നുകർന്ന് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വഴിയോര കാഴ്ചകളാണ് ഏറ്റവും സൂപ്പർ. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. കാരണം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും രാവിലെ കുറേ സമയം കിടന്ന് ഉറങ്ങുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് വലിയ വണ്ടിയുടെ ബാഹുല്യം കുറവാണ്. അങ്ങനെ മരങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലെ വ്യൂ കണ്ട ആശ്രാമ മൈതാനം ഞാൻ കവർ ചെയ്തെല്ലാം എടുത്തു. അവിടെ ഇപ്പോൾ ഒരു പരിപാടിയില്ല, എല്ലാം ഓപ്പണായിട്ട് കിടക്കുകയാണ്. എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു സകലതും. കുറച്ച് കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നു. അതിന് മാത്രം വണ്ടികളൊക്കെ ഉണ്ട്, ഈ ഓടിച്ച് പഠിക്കുന്ന വണ്ടികൾ. ഡ്രൈവിംഗ് സ്കൂളുകാരുടേതൊക്കെ അതൊക്കെ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. എല്ലാം നല്ല ഒരു ഡോഗ് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പാവം ഇരിക്കുന്നു. അതിനെ കൂടെ ഞാനങ്ങ് വീഡിയോയിലെടുത്തു. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മുടെ എവിടെയാണെന്ന് ഉള്ള സ്ഥലത്തെത്തും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസ് എത്തിയത് കണ്ടാ കൂട്ടുകാരെ. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിൻ്റെ ആ കണിക്കൊന്ന കണ്ട, ആ കുളക്കടവിൽ നിൽക്കുന്ന കണിക്കൊന്നയാണ് അവിടെ നിറച്ച് പൂത്തുലഞ്ഞ് നിൽക്കുന്നു. കണ്ടാ കൂട്ടുകാരെ, അവിടെയായിട്ട് വിശാലമായിട്ടുള്ളൊരു കുളമുണ്ട്. ഇതിനകത്ത് ആരും ഇറങ്ങുന്ന കണ്ടിട്ടില്ല. കുളപ്പടവുകൾ അങ്ങ് ദൂരെയായിട്ട് കാണുന്നു. നല്ല വിശാലമായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കവർ ചെയ്ത് എല്ലാ വീഡിയോയും എടുക്കാം. നല്ല പച്ച കളറിൽ കുളം കാണുന്നു. കുളം കണ്ടപ്പോൾ എനിക്ക് ഉടനെ കുളത്തിൻ്റെ വീഡിയോ എടുക്കണം. അങ്ങനെ പൊരി വെയിലായിരുന്നെങ്കിലും ഞാൻ അവിടെ നിന്ന് കവർ ചെയ്ത് ആ വീഡിയോ എല്ലാം എടുക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ടൊക്കെ നിന്ന് ഞാൻ വീഡിയോ എടുത്തു. വണ്ടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. ഒരുപാട് ഭയങ്കര തിരക്കാണെങ്കിൽ മാത്രമേ ഉള്ളൂ വാഹനങ്ങൾ അവിടെ ഇടാൻ പറ്റാതെ നല്ല സ്ട്രിക്റ്റ് ആവുന്നത്. ഇതിപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. അവിടെ വന്ന് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് അമ്പലത്തിലേക്ക് കടക്കാം. ഇവിടെ വഴിയോരത്ത് ഉള്ള കച്ചവടമാണ്. അത് ഒരെണ്ണം ഞാൻ കണ്ടതങ്ങ് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇനിയും ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ക്ഷേത്ര കവാടം, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള രൂപങ്ങളും കൊത്തുപണികളും ഒക്കെ എന്ത് സൂപ്പറാണെന്ന് നോക്കിയേ, ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. കാരണം ഇനിയിപ്പോൾ കൊല്ലം പൂരം നടക്കാൻ പോകുന്ന സമയമാണ്. അന്നേരം വണ്ടികൾ കണ്ട, ടൂ വീലറുകളെല്ലാം ഇവിടെ വയ്ക്കാം. അടിപൊളി അതിവിശാലമായിട്ടുള്ളൊരു സ്റ്റേജ് കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഭക്തിഗാന മേള നടക്കാൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണിക്കാണ് തുടങ്ങുന്നത്. അകത്ത്
മേളം കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുത്തിട്ട് അകത്തോട്ട് കിടക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അവിടെ ഒരു പല സന്നദ്ധ സംഘടനകളും മോരും വെള്ളമൊക്കെ കൊടുക്കുന്നു. ഉണ്ണിയപ്പം എനിക്കും കിട്ടി. മോരും വെള്ളം ഞാനും ഒരു ഗ്ലാസ് വാങ്ങിച്ച് കുടിച്ചു. ആ സ്റ്റേജിലിരിക്കുന്ന ആളാണ് ആശ്രാമത്തുള്ളത്. പുള്ളിയുടെ ഭക്തി ഗാനമേളയാണ് നടക്കുന്നത്. കൂടെ ഒരു ലേഡിയുമുണ്ട്. ഇവരുടെ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഭക്തിഗാനമേള. ആശ്രാമം സജീവ് എന്നാണ് ആ പുള്ളിയുടെ പേര്. കൂടെ ഷീജ സജീവ്. ഇവരുടെ പാട്ടാണ്. കുട്ടികളെല്ലാവരും വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. നല്ല വലിയ ഗ്ലാസ്സിൽ നമുക്ക് നല്ല കിടിലം മോരും വെള്ളം കുടിക്കാം. എത്ര വേണമെങ്കിലും കുടിക്കാം. കുപ്പിയിലും കൊടുത്തു വിടുന്നു ഇഷ്ടം പോലെ. ഒരു രക്ഷയില്ല. എല്ലാവരും അങ്ങനെയാണ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആരാണ്ട് പറയുന്നതായിട്ട് ഉണ്ണിയപ്പം കൊടുക്കുന്നതെന്ന്. അങ്ങനെ എനിക്ക് ഉണ്ണിയപ്പം വേണമെന്ന് തോന്നി ഞാനും വാങ്ങിച്ചു. കിടിലം സോഫ്റ്റ് ഉണ്ണിയപ്പം. ഇത് അതിൻ്റെ മുകളിൽ കാണുന്ന കാവാണ് സർപ്പക്കാവും ശാസ്താവും ഒക്കെ ഇരിക്കുന്ന ആ ഒരു അമ്പലം. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ പടികൾ കടന്ന് മുകളിലേക്ക് കയറാം. വേണ്ട മോരും വെള്ളം കൊടുക്കുന്നുണ്ട്. അച്ചാറും മോരും വെള്ളവും ഇതാണ് കൊടുക്കുന്നത്. അച്ചാറ് തിന്നുമ്പോൾ ദാഹിക്കും, വീണ്ടും മോരും വെള്ളം കുടിക്കാം, പിന്നെയും ദാഹിക്കും, പിന്നെയും കുടിക്കാം. ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. പല സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇത് വാങ്ങിച്ച് കുടിക്കുന്നു. മുകളിലേക്ക് കയറിപ്പോകുന്നു. അകത്ത് അങ്ങനെ മേളം തകർക്കുകയാണ്. ഞാനങ്ങനെ ഈ പടികൾ കയറി മുകളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് മേളമെല്ലാം കാണണം. ഭഗവാനെ കണ്ട് തൊഴുത് മടങ്ങണം. എല്ലാം നല്ല ദിവസമായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് നമുക്കിതെല്ലാം കാണാനുള്ള അവസരം കിട്ടിയത്. അത് നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. എല്ലാവരും പടവുകൾ കയറി പോകുന്നു. ഞാൻ ഉടനെ തന്നെ കയറി പോയില്ല. കാരണം എനിക്ക് ഈ വീഡിയോ എടുക്കണം. ഇതാണ് സംഭാവന കൗണ്ടർ. നമുക്ക് ഉത്സവത്തിനേക്കുള്ള സംഭാവനകൾ ഇവിടെ കൊടുക്കാം. സംഭാവന കൊടുത്താലേ ഇല്ലെങ്കിലും നമുക്ക് നല്ല നോട്ടീസൊക്കെ തരും. കിടില. അത് വേറെ എല്ലായിടത്തും നമ്മൾ ചെന്നാൽ ഇങ്ങനെ കിട്ടണമെന്നില്ല. എല്ലാം കൃത്യമായിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ പരിപാടികളും ഇന്ന് വൈകിട്ട് 4:30 ഓട്ടംതുള്ളലുണ്ട്. ഓട്ടംതുള്ളൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് കാണാൻ പോക്ക് നടക്കത്തില്ല. ഒരു പ്രാവശ്യമല്ലേ പോകാൻ പറ്റൂ. അങ്ങനെ കണ്ട അതിൻ്റെ മുകളിലും കണിക്കൊന്ന പൂത്തുലഞ്ഞ് നിൽക്കുന്നു. നമ്മുടെ വീട്ടിലൊക്കെ നേരത്തെ പൂത്തുലഞ്ഞെല്ലാം തീരും. വിഷുവിൻ്റെ സമയമാകുമ്പോൾ എല്ലാം അങ്ങ് തീരും. ഇത് കണ്ട ഈ ഗ്ലാസ്സിൽ നിന്ന് ഞാൻ ഗ്ലാസ്സിലിരുന്ന ഒരെണ്ണമാണ് എടുത്ത് കുടിച്ചത്. ഇതെല്ലാം കണ്ട് ഞാൻ നിൽക്കുകയാണ്. ഒരു അമ്മാമ്മ ഇങ്ങനെ അത് കണ്ട് നടന്നു പോകുന്നു. കണിക്കൊന്ന പൂത്തുലഞ്ഞ് മുകളിൽ നിൽക്കുന്നു. ഭഗവാന്റെ ഒരു സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന പോലെ എല്ലായിടത്തും അങ്ങ് ഭക്തി സാന്ദ്രമായി എല്ലായിടത്തും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും സൗകര്യം. വൈകിട്ട് 5:30 ഭജനുണ്ട്. വൈകിട്ട് 5:30 തന്നെ സോപാന സംഗീതമുണ്ട്. ഓരോരോ പ്രോഗ്രാമുകളുണ്ട്. എനിക്ക് ഈ പടികൾ കയറി മുകളിലേക്ക് പോകുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഞാനങ്ങനെ അവിടെയൊക്കെ നടന്ന് കണ്ടിട്ട് മുകളിലെത്തി. ഇവിടെയാണ് മേളം കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് തകർക്കുന്ന മേളം കണ്ടപ്പോൾ ഞാൻ ബാക്കിയെല്ലാം മറന്നു അതിൻ്റെ മുമ്പിലങ്ങ് നിന്നു. എനിക്ക് ഇഷ്ടമുള്ള അത്രയും വീഡിയോസ് എടുത്തു. ഇതിലും മേളമാണ്. ഒരു രക്ഷയില്ല. ഇനി എല്ലാവരും കുറച്ച് മേളം കണ്ട് ആസ്വദിക്കും.
ഇവിടെയെല്ലാം അമ്മമാർ നിൽക്കുന്നുണ്ട്. മേളം കണ്ടാൽ പിന്നെ ഞാൻ മേളം തകർക്കുന്നു. ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു, എല്ലാവരെയും കിട്ടത്തക്കവണ്ണം. അമ്പലം ചുറ്റി നടന്ന് തൊഴുവാനായിട്ട് ഞാൻ പോയി. അന്നേരമാണ് നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു കൃഷ്ണയെ കണ്ടത്. ഞാൻ അവരുടെ പിന്നാലെ നടന്ന് ഞാനും തൊഴുത്, റൗണ്ട് ചെയ്ത് എല്ലായിടത്തും തൊഴുതു. അങ്ങനെ ഒരു നേതാവിനെ കണ്ട സന്തോഷമാണ്. എൻ്റെ നാട്ടുകാരിയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു വ്യക്തിയല്ലേ. അതുകൊണ്ട് അമ്പലത്തിൻ്റെ നല്ല അലങ്കാരങ്ങൾ കണ്ട പടവുകൾ, അങ്ങനെ തൊഴുത് പടവുകൾ ഇറങ്ങി ഞാൻ തിരിച്ച് പോവുകയാണ്. താഴെ ഇറങ്ങി ഭക്തിഗാനമേള അല്പസമയം ഇരുന്ന് കേട്ടു. വീഡിയോ കൂടെ എടുക്കാനൊന്നും ആരുമില്ല, ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്. സ്റ്റേജിൽ ഗാനമേള നടക്കുന്നു. ആ ലേഡി പാടിയ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി നല്ല കിടിലമായിട്ട് പാടുന്നുണ്ട്. അല്പസമയം അവിടെ ഇരുന്ന് ഇതൊക്കെ ആസ്വദിച്ച്, ഇന്ന് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റായിരുന്നു. കൊടിയേറ്റ് അതിൻ്റെ ദിവസം തന്നെ പോകാൻ പറ്റിയതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. അതിൻ്റെ ഇടത് സൈഡിലായിട്ട് ഇന്ന് ഗംഭീര സദ്യയൊക്കെ ഉണ്ട്. കൊടിയേറ്റ് സദ്യ എന്ന് പറയും. അവിടെ ക്യൂവിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. എനിക്ക് വീട്ടിൽ വന്ന് വേറെ ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഞാൻ അവിടെ നിന്ന് എല്ലായിടത്തും തൊഴുത് വീഡിയോസൊക്കെ എടുത്ത് അല്പസമയം അവിടെ ഇരുന്ന് ഇത് കേട്ട് പാട്ടുകൾ കേട്ട് ഞാൻ തിരിച്ചു വരാനായിട്ടുള്ള തുടക്കമാണ്. ഇന്ന് പൂരം ചെയർമാൻ പത്മശ്രീ ഡോക്ടർ ബി രവി പിള്ള അദ്ദേഹമൊക്കെ രാവിലെ വന്നെന്ന് തോന്നുന്നു ഉദ്ഘാടനത്തിനായിട്ട്. ഒരുപാട് പരിപാടികളും പല ദിവസങ്ങളിലായിട്ട് ഉണ്ട്. ഓരോ പരിപാടികളും ഓരോ ദിവസങ്ങളിലാണ്. കഥകളി കൂടുതലായിട്ടുണ്ട് ഇപ്രാവശ്യം. ഓട്ടംതുള്ളൽ, നൃത്യങ്ങൾ എല്ലാം എന്നും ഉള്ളതാണ്. കഥകളിയാണ് ഞാനിപ്പോൾ കൂടുതലും കണ്ടതിനകത്ത്. പല ദിവസങ്ങളിലുണ്ട് കഥകളി. എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. എനിക്ക് ഓട്ടംതുള്ളൽ വളരെ ഇഷ്ടമാണ്. അങ്ങനെ പാട്ട് കേട്ട് അല്പസമയം അവിടെ ഇരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങനെ കൊല്ലം പൂരം പൊടി പൊടിക്കാനുള്ള തുടക്കമായി ഇന്ന്. ഇനി
ആശ്രാമവും പരിസരവും എല്ലാം നല്ല തിരക്കും ഉത്സവം ആഘോഷിക്കുന്നതിൻ്റെ ഒരു ഉത്സാഹവും ഒക്കെ ആയിട്ട് ഈ സ്ഥലത്തെത്തും. ഇവിടെ എല്ലാം കൊണ്ടങ്ങ് നിറയും മൈതാനം. അങ്ങനെ ഇന്നത്തെ ഉത്സവം അതിൻ്റെ കൊടിയേറ്റ് കണ്ട് ഞാൻ മടങ്ങി. ടാറ്റാ.